ഇത് ഞാൻ ഒരു 2 വർഷം മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. ചേച്ചിയുടെ കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് പോയതാണ്. ചെന്നപ്പം വീടിന് ചുറ്റും വെള്ളമായിരുന്നു. ഇപ്പം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ എല്ലാം കരയാണ്. ഇത് അമ്മയാണ്. അമ്മ ഞങ്ങൾക്കുണ്ടായിരുന്ന കപ്പയാണ്, അത് പറിച്ചതാണ്. ഇത് റോഡാണ്, വീടിൻ്റെ മുൻവശം. ഇത് അമ്മയുടെ ചെടികളാണിതെല്ലാം, അമ്മയുടെ മക്കളാണ്. പുറയിൽ കാണുന്നത് പാടമാണ്, പാടശേഖരം. ഇത് വീടിൻ്റെ സൈഡാണ്. വീട് ഇതാണ് എൻ്റെ വീട്, നാട്ടിലെ വീട്. ഇതും ഞങ്ങളുടെ വീട് തന്നെയാണ്. ഇത് അപ്പൻ്റെ ബ്രദറിൻ്റെ വീടാണ്. ഇതായിരുന്നു ഞങ്ങളുടെ കുടുംബം. ഇവിടെയായിരുന്നു ഞങ്ങളെല്ലാവരും താമസിക്കുന്നത്. പിന്നെ വീട് അപ്പുറത്ത് വെച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് മാറിയത്. ഇതെല്ലാം നമ്മുടെ സ്ഥലം തന്നെയാണ്. ഇത് അപ്പുറത്ത് കുടുംബ വീടിൻ്റെ പുറകിലത്തെ സ്ഥലമാണ്. ഇപ്പം ഞാൻ വന്നിട്ടേ ഉള്ളൂ. ഞാൻ ഡ്രസ്സൊക്കെ മാറി നേരെ വലയെടുത്ത് വള്ളത്തിൽ കയറി. ഇത് എൻ്റെ ചാച്ചനാണ്. ഞങ്ങൾ വലയെടുത്ത് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു നൊസ്റ്റാൾജിയാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഘോഷമായിരുന്നു. ഇപ്പോഴതുപോലെ തന്നെ ഇത് നമ്മുടെ വീടിൻ്റെ പുറകിൽ തന്നെ ഉള്ള പാടശേഖരമാണ്. ഇവിടെ മീനുണ്ടാവും സാധാരണ. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വലയെടുത്ത് ഇറങ്ങിയത്. ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇറങ്ങുമ്പോൾ തന്നെ മഴയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ചുറ്റും വെള്ളവുമാണ്. എൻ്റെ കൂടെ ഉള്ളത് ജോക്കൂട്ടനും ജസ്ലിനുമാണ്. അവർ എൻ്റെ ചാച്ചൻ്റെ അനിയൻ്റെ മക്കളാണ്. അവരാണ് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ താമസിക്കുന്നത്. ഞങ്ങൾ വലയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വല അനങ്ങുന്നുണ്ടെന്ന് പൊക്കി നോക്കിയതാണ്. നോക്കുമ്പോൾ അപ്പോൾ തന്നെ ഒരു മീൻ കുടുങ്ങി കിടക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയായി. അമ്മ എന്നോട് ചോദിച്ചു, നീ ഇതിന് വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നതെന്ന് അമ്മ എന്നോട് ആദ്യം ചോദിച്ചത്. കുറുവയാണ് ഗൈസ്. ചാടും ചേട്ടാ, ചാടും. നാളെ മീൻകറി വെക്കാനുള്ളതായി അല്ലേ? അവിടെ ഉണ്ടോ? എന്തോ അവിടെ? എനിക്ക് വയ്യ. എന്തോ കേട്ടത്? ഞാൻ പോയിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട്, എന്നാലും അതിനൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇതുവരെ ഇങ്ങനെ മീൻ കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ പോകുന്നു. കൊണ്ട് അമ്മ ചൂണ്ടിടുന്ന ഒരു കരുമുട്ടി ഇട്ട് ഇങ്ങനെ കഴിയും. ഇങ്ങനെ
മീനൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞത് നമുക്ക് വെള്ളം എന്നാ തോട്ടിലേക്ക് എടുത്തിടാന്ന്. അപ്പം ഞങ്ങൾ പതുക്കെ കരക്കൂടി തന്നെ വെള്ളത്തിൽ കൂടെ ഒഴുക്കി കൊണ്ടുപോവാണ് വെള്ളം തോട്ടിലിടാനായിട്ട്. ഞങ്ങൾക്കവിടെ കാണും നാരങ്ങ, നാരങ്ങയാണ് നമ്മുടെ വീട്ടിൽ കുറേയുണ്ടത്. ഇതൊക്കെ നമ്മുടെ പറമ്പിലുള്ള പച്ചക്കറികളൊക്കെയാണ്. അമ്മയുടെ ആൻറ്റിയുടെ പച്ചക്കറികൾ. നമ്മൾ വലയിട്ട് കിട്ടിയ മീൻ വേറെ പാത്രത്തിലായിട്ടിരിക്കുന്നത്. ഇതല്ലാണ്ട് വല വീശി കിട്ടിയ മീനായത്. ചെറിയ മീനാണ്, മറ്റേത് വലുതായിരുന്നു. അത് നമ്മൾ വേറെ പാത്രത്തിലിട്ട് വെച്ചു. എല്ലാം വാതൊക്കെ കിട്ടും. ഇത് അമ്മ നേരത്തെ ഇട്ട് വെച്ചിരുന്ന വലയാണ്. റോഡിൽ, ഇത് റോഡ് തന്നെയാണ്. തോടും ഇപ്പുറ സൈഡിൽ ഇതാണ് പാടവുമാണ്. അപ്പോൾ അതിലും എന്തോ അനങ്ങുന്ന കണ്ട് നോക്കിയതാണ്. നോക്കിയപ്പോൾ അതിൽ ഒരു കുറുവാപ്പരലുണ്ട്. ഞങ്ങൾ മീനൊക്കെ പിടിച്ച് മടുത്തു. ഇനി ഞങ്ങൾ കുറച്ച് നേരം കുറച്ച് ഫൺ ടൈം ആകാമെന്ന് വെച്ച് ഞങ്ങളവിടെയൊക്കെ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ നീന്തി നടക്കുമായിരുന്നു. അപ്പം റോഡിയും ജൂഡിയും ഉണ്ട് ഞങ്ങളുടെ കൂടെ. നമ്മൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ കുറച്ച് പേടിയാണ്. അതുകൊണ്ട് വീടിൻ്റെ മുകളിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഞാൻ ചെരുപ്പിട എന്നിട്ട് ആരെ എടുത്തിട്ട് വരാൻ നോക്കാം. കണ്ണടിച്ചോ? എറിഞ്ഞേ? ആ അങ്ങനെ എണ്ണീറ്റ് ഓടിപ്പോയി എടുത്തിട്ട് വരാൻ പറ്റില്ല. നീന്തി പോയി എടുക്കണേ, നീന്തി തന്നെ പോയി എടുക്കണേ കേട്ടോ. ഇത് വീടിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. റോഡാണിത്. ഇതാണ് എൻ്റെ വീട്. കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി പിന്നെയും വലയും വെള്ളവും എടുത്തിറങ്ങി. ചൂണ്ടയിടാന്നിറങ്ങിയതാണ്, പക്ഷേ ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പതുക്കെ കരയ്ക്ക് കയറി. Thanks for watching.